ചെറിയ വിനിയോഗമാണ് ഹംസാസ്യത്തിൻ്റെ അസംയുക്തം. ഇത് ഞാൻ പറഞ്ഞിരുന്നു, സംയുക്ത പ്രയോഗം പിടിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഭരണാടത്തിലെ കടകാമുഖമാണ് മോഹിനിയാട്ടത്തിലെ ഹംസാസ്യം എന്ന് പറഞ്ഞിരുന്നു. ഈ ഹംസാസ്യത്തിൻ്റെ അസംയുക്ത പ്രയോഗമാണ് നോക്കുന്നത്. വർഷാരംഭേ എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് കാണിക്കുന്നത്. വർഷാരംഭേ, മോളിൽ നിന്ന് താഴോട്ട്. വർഷാരംഭേ കേശ മുടി കാണിക്കുന്നത്. അത് നമ്മളിങ്ങനെ കാണിക്കുന്നു. കേശ മുടി. കേശ രോമരേഖ. നമ്മളിതിനു മുമ്പും സംയുക്ത പ്രയോഗത്തിലും പറഞ്ഞിരുന്നു, നമ്മളുടെ വയറിൻ്റെ മേൽവയറ് മുതൽ താഴത്തേക്ക് ഒരു രോമത്തിൻ്റെ ഒരു ലൈൻ ഉണ്ട്. ഇത് കാണിക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ രണ്ട് കൈയിലെ മുദ്ര, അതായത് സംയുക്തം പറയുമ്പോഴും എടുക്കുന്നുണ്ട്, അസംയുക്തം പറയുമ്പോഴും അതെടുക്കുന്നുണ്ട്. രോമരേഖ. ത്രിവലി രിത്യപി. ത്രിവലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറിലും നന്നായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നന്നായിട്ട് വണ്ണമുള്ളവർക്കും ഉണ്ടാകുമായിരിക്കും. ഈ 3 നമുക്ക് വയറിന് വരയുണ്ട്. അതാണ് ഈ ത്രിവലി രിത്യപി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വണ്ണമുള്ളവർക്ക് അതൊക്കെ ഇങ്ങനെ മടക്കായിട്ട് ഇങ്ങനെ വരും. വണ്ണം ഇല്ലാത്തവരുടേതായിരിക്കും കൂടുതൽ. കാരണം നമ്മൾ സന്യാസികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇവരുദ്ദേശിക്കുന്ന, ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്ന അത് കറക്റ്റായിട്ട് അതിനകത്ത് തന്നെ ഉണ്ട്. ത്രിവലി രിത്യപി. ഇത്രയേ ഉള്ളൂ മുദ്ര. അസംയുക്താസ്തു ചത്വാരോ ഹംസാസ്യാഖ്യ കരാ സ്മൃത.